ടു രഞ്ജിത വിൻ ഒഫീഷ്യൽ. ഇന്ന് ഗൈസ് ഞാനൊരു അടിപൊളി പാചകത്തിന്റെ വീഡിയോ ആണ്. ഇതെനിക്ക് ഭൂമിക പറഞ്ഞു തന്നതാണ് നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഭൂമികയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചത്. ബട്ട് അവർക്ക് ടൈം ഇല്ല. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ആരോ പാചകം ഉണ്ടാക്കാൻ അറിയില്ല ഒന്നും കാര്യമില്ല, ഇത് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിൽ ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യം ഗീ തന്നെയാണ്. ആദ്യമേ 2 സ്പൂൺ ഗീ ഒഴിച്ച് ആരംഭിക്കാം. 2 സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇതൊന്ന് മെൽറ്റ് ആവുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എന്തോ ഇട്ട് കൊടുത്ത്, ഗീ മെൽറ്റ് ആവുമ്പോ നമ്മൾ അതിലോട്ട് പട്ട ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഇല ഇട്ട് കൊടുത്തു. നമ്മൾ ഇതില് ഗ്രാമ്പു ഇടൂല കേട്ടോ, ഏലക്ക, അതായത് ഒരു 3 or 4 ഇത്രയും നമ്മളൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മള് കഴുകി വെച്ചേക്കുന്ന അരി, ഇത് സോക്ക് ചെയ്യാനൊന്നും വെക്കണ്ട ഗൈസ്. കഴുകിയിട്ട് ഞാൻ അപ്പൊ തന്നെ ഒന്ന് വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്ന റൈസ് ആയിരുന്നു. ഞാൻ ഇന്ത്യൻ ഗേറ്റിന്റെ ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. ജീരകശാല റൈസാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത്. ഇതിൽ ആവശ്യത്തിന് നമ്മളിപ്പോ 1-1.5 കപ്പ് ആ ഒരു അളവിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. 2 കപ്പിന് കണക്കാക്കി ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ആവശ്യത്തിന് നമ്മൾ ഉപ്പിടണം ഗൈസ്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കാം ഗൈസ്. ഇവരുടെ ശല്യം കാരണം ഞാനാണെങ്കിൽ ആ അരി കൊണ്ട് അകത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് വെന്തോട്ട്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് തിളച്ചത് റെഡിയാവുന്നത് വരെ നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു പാൻ എടുക്കുക. അപ്പൊ ആ പാനില് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ 3 സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ കുറച്ച് സവാള സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സവാള എടുത്തിട്ട് ഇതിപ്പോ പൊട്ടിത്തെറിക്കാൻ പോകാറിപ്പോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് വഴട്ടിയെടുക്കാം ഗൈസ്. ഇപ്പൊ ഇത് ഒരു വിധത്തിൽ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ സാധാരണ വേറെ കോരി എടുത്ത് മാറ്റി വെച്ചിട്ടല്ലേ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരുമിച്ച് തന്നെ ഇട്ട് വെക്കുവാണ്. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു പോകും ഗൈസ്. അപ്പൊ നമ്മുടെ റൈസ് എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. അത്യാവശ്യം നല്ല പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് യെല്ലോ കളർ ആഡ് ചെയ്യാം. അതിനാണ് നമ്മൾ ഈ മഞ്ഞപ്പൊടി എടുത്തത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഗീ റൈസ് ഇവിടെ എന്തായാലും റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം, ഒരു 5 to 10 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഗീ റൈസ് അടിപൊളിയായിട്ട്